ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാः സ്ഥിരൈരംഗൈः തുഷ്ടുവാംസതനൂഭിः വ്യശേമദേവഹിതം യദായുः ഭദ്രം नो अपि वातयमनः. ഓം ശാന്തി ശാന്തി ശാന്തി. മുണ്ടക ഉപനിഷത്തിലെ രണ്ടാം കാണ്ഡത്തിലെ 11-ാമത്തെയും അവസാനത്തെയും മന്ത്രം. ബ്രഹ്മൈവേദമമൃതം പുരസ്താത് ബ്രഹ്മപശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ അധശ്ചോർധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. പുരസ്താത് മുമ്പിൽ, അമൃതം അമൃതമായ നാശമില്ലാത്ത അനശ്വരമായ ഇദം ബ്രഹ്മ ഏവ ഈ ബ്രഹ്മം തന്നെ, പശ്ചാത് പിറകിലും ബ്രഹ്മം തന്നെ, ദക്ഷിണ ച ഉത്തരേണ ച വലത് ഭാഗത്തും ഇടത് ഭാഗത്തും, അധ ച ഊർധ്വം ച താഴെയും മുകളിലെയും ബ്രഹ്മം പ്രസൃതമായിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും താഴെയും മുകളിലും ബ്രഹ്മം വ്യാപിച്ചിരിക്കുന്നു. ഇദം വിശ്വം ഈ ജഗത്തെല്ലാം ബ്രഹ്മയേവ ബ്രഹ്മം തന്നെ. ഇദം ഈ ബ്രഹ്മം വരിഷ്ഠം ഏറ്റവും ശ്രേഷ്ഠമാകുന്നു. ജ്യോതിസ്സുകൾക്കും ജ്യോതിസ്സായ ഈ ബ്രഹ്മം മാത്രമേ സത്യം ആയിട്ടുള്ളൂ. മറ്റുള്ളതെല്ലാം അതിൻ്റെ വികാരമാകുന്നു. വാചാരംഭണം വികാരോ നാമധേയമാത്രം അനൃതമിതരത്. മറ്റുള്ളതെല്ലാം വാക്കുകൊണ്ടുണ്ടാകുന്നതും വികാരരൂപവും നാമധേയമാത്രവും അസത്യവുമാകുന്നു എന്ന് ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തെ യുക്തികളോടുകൂടി വിസ്തരിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ നിഗമനത്തിൻ്റെ സ്ഥാനത്തുള്ള മന്ത്രം കൊണ്ട് വീണ്ടും ഉപസംഹരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിദ്യാദൃഷ്ടികൾക്ക് പലതായി മുൻപിൽ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ. അതുപോലെ പിറകിലും ഇടത്തും വലത്തും മുകളിലും താഴെയും എല്ലായിടത്തും കാര്യരൂപത്തിൽ നാമത്തോടും രൂപത്തോടും കൂടി ഇരിക്കുന്നതും മറ്റൊന്നാണെന്ന പോലെ കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. എന്തിന് ഏറെ പറയുന്നു, ഈ ജഗത്തെല്ലാം ബ്രഹ്മമാകുന്നു. ഈ ബ്രഹ്മം തന്നെയാണ് ഏറ്റവും ഉത്തമം ആയിട്ടുള്ളത്. ബ്രഹ്മമല്ല ഈ ജഗത്തെന്ന് തോന്നുന്നതാകട്ടെ രജ്ജുവിൽ സർപ്പമെന്നുമുള്ള ബോധം പോലെ അവിദ്യ മാത്രമാകുന്നു. ബ്രഹ്മം ഒന്ന് മാത്രമേ പരമാർത്ഥത്തിൽ സത്യമായിട്ടുള്ളൂ എന്നാണ് വേദങ്ങൾ അനുശാസിക്കുന്നത്. അപ്പോൾ ബ്രഹ്മമാണ് എല്ലാം എന്നുള്ളത് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ബ്രഹ്മമല്ല ഈ ജഗത്ത് എന്ന് തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്. നേരത്തെ ബ്രഹ്മത്തിൻ്റെ ജ്യോതിസിനെ കുറിച്ച് പറഞ്ഞു, ജ്യോതിസുകൾക്ക് അടിസ്ഥാനമായ കാര്യമാണെന്ന് പറഞ്ഞു. അതേമാതിരി ഈ ബ്രഹ്മം സത്യമാണ് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു, സത്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അറിവ് ഇല്ലാത്തവർക്ക്, അജ്ഞാനികളായ ആൾക്കാർക്ക് പല കാര്യങ്ങളും തോന്നും, ബ്രഹ്മമല്ല എന്നുള്ള കാര്യം തോന്നും. ഇതിനെക്കുറിച്ച് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. വാചാരംഭണം വികാരോ നാമധേയമാത്രം അനൃതമിതരത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് ബാക്കിയെല്ലാം വാക്കുകൾ കൊണ്ടുണ്ടാകുന്നതും വികാരരൂപമായിരിക്കുന്നതും നാമധേയ മാത്രവും അസത്യവുമാകുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അതിനെ പറഞ്ഞതിന് ശേഷം പറയുന്നത്, നമുക്ക് അജ്ഞാനം കൊണ്ട് പലതായി തോന്നും. അവിടെയും ഇവിടെയും എല്ലാം പലതും ഉണ്ട് എന്ന് തോന്നും. പക്ഷേ അത് ബ്രഹ്മമല്ല എന്ന് തോന്നുന്നത് അവിദ്യ കൊണ്ടാണ്.
എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഈ ലോകത്തിലുള്ള സർവ്വവും, എല്ലാ ജീവജാലങ്ങളും ജീവജാലങ്ങൾക്കുള്ള ശരീരങ്ങളും എല്ലാം, ഹൃദയവും എല്ലാം കൊടുക്കുന്നത് ഈ ബ്രഹ്മമാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ ബ്രഹ്മമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് നമ്മൾ ബ്രഹ്മമല്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടെ പറഞ്ഞു. ബ്രഹ്മമല്ല എന്ന് തോന്നുന്നത് നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. ഇല്ലായ്മ കൊണ്ട് ബ്രഹ്മമല്ല എന്ന് തോന്നും. ആ ബ്രഹ്മമാണ് എന്ന് തോന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാകണം. ആത്മജ്ഞാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ മായകളെ അതിനാൽ ബന്ധിക്കപ്പെട്ട് ആ ആഗ്രഹങ്ങളെല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ച് അറിയുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അവിദ്യ കൊണ്ടാണ് ബ്രഹ്മമില്ല എന്നുള്ളത് തോന്നും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വിദ്യ നമുക്ക് കിട്ടാതെ വരുമ്പോൾ ബ്രഹ്മം അല്ല, ഇത് ബ്രഹ്മമല്ല, ഈ ജഗത്തിൽ ബ്രഹ്മമില്ല എന്നുള്ള കാര്യം തോന്നും. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ബ്രഹ്മം തന്നെയാണ്. ഏറ്റവും സത്യമായിട്ടുള്ളത് ബ്രഹ്മമാണ്. ഏറ്റവും ജ്യോതിസ്സോടു കൂടിയിരിക്കുന്നതും ബ്രഹ്മമാണ്. അപ്പോൾ ജ്യോതിസ്സുള്ളതും സത്യമായിട്ടുള്ളതും എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ളതും ഈ ലോകം തന്നെയും ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മത്തിനെക്കുറിച്ച് അറിവ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അജ്ഞാനം മാറണം. നമ്മുടെ ഈ സാംസാരിക സുഖദുഃഖ ലോക മായകളിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടിയാൽ മാത്രമേ യഥാർത്ഥത്തുള്ള ബ്രഹ്മം എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ മന്ത്രത്തിലൂടെ നമ്മെ ബോധിപ്പിക്കുന്നത്.